വിർച്വൽ ഓട്ടിസം. അമിതമായ സ്ക്രീൻ യൂസ് ഉള്ള ചില കുട്ടികളിൽ ഓട്ടിസം ഉള്ള കുട്ടികളിൽ കണ്ടുവരുന്ന ചില ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട്. ഒന്നാമതായി സോഷ്യൽ വിഡ്രോവൽ. കുട്ടി മറ്റുള്ള ആളുകളുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് കുറയുകയും കൂടുതൽ സമയം സ്ക്രീനിൽ തന്നെ ടൈം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. രണ്ടാമതായി കണ്ടുവരുന്ന പ്രശ്നമാണ് ഡിലേഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. പല കുട്ടികൾക്കും സ്പീച്ച് ഡിലേ ഉണ്ടാവുകയും അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യുന്നു. മൂന്നാമതായി ഇങ്ങനെയുള്ള കുട്ടികൾ ചില റെപ്പറ്റേറ്റീവ് ബിഹേവിയേഴ്സ് കാണിക്കാറുണ്ട്. ഉദാഹരണമായി കണ്ട ഒരേ വീഡിയോ തന്നെ വീണ്ടും വീണ്ടും കാണുകയും അതിൽ നിന്ന് കുട്ടിയെ റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ കുട്ടി ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആവുകയും ഡിസ്ട്രസ്ഡ് ആവുകയും ചെയ്യുന്നു. നാലാമതായി ഐ കോണ്ടാക്റ്റിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടും സോഷ്യൽ ക്യൂസ് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടും. പല കുട്ടികളും പ്രോപ്പറായിട്ട് ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ബുദ്ധിമുട്ട് കാണിക്കാറുണ്ട്. അതുപോലെ തന്നെ ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻസ് നടക്കാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് മറ്റുള്ളവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസും മറ്റുള്ളവരുടെ ബോഡി ലാംഗ്വേജും മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ട് കണ്ടുവരുന്നുണ്ട്. വിർച്വൽ ഓട്ടിസം എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ ഡയഗ്നോസിസ് ഒന്നും അല്ലെങ്കിൽ കൂടി ഇങ്ങനത്തെ ലക്ഷണങ്ങൾ കണ്ടാൽ കുട്ടിയുടെ സ്ക്രീൻ ടൈം കംപ്ലീറ്റ് ആയിട്ട് നിർത്തുകയും ഉടൻ തന്നെ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുക.